ഇറാനിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിച്ചു തുടങ്ങിയല്ലോ. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആദ്യ സംഘം ഇന്ത്യൻ വിദ്യാർത്ഥികൾ അർമേനിയയിലേക്ക് കരമാർഗം തിരിച്ചു എന്നാണ് അറിയുന്നത്. അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അതിർത്തികളിലൂടെയും ഇറാനിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം ഇസ്രായേലിൽ നിന്ന് ഭാരതീയരെ ഒഴിപ്പിക്കാനുള്ള നടപടിയും ആരംഭിച്ചിട്ടുണ്ട്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ ഉള്ള ഇടമാണ്, ഭാരതീയർ ഉള്ള ഇടമാണ്. എങ്ങനെയാണ് ഇവരെ ഒഴിപ്പിച്ച് സുരക്ഷിതരായി ഭാരതത്തിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ? വീണ, ഈ ഇറാനിൽ ഏതാണ്ട് 10,000-ത്തിനടുത്ത് ഭാരതീയരാണ് ഉള്ളത്. അതിൽ ബഹുഭൂരിപക്ഷവും വിദ്യാർത്ഥികളാണ്. ജമ്മു കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നായി അവിടേക്ക് പഠനത്തിനായി പോയിട്ടുള്ള ധാരാളം വിദ്യാർത്ഥികളുണ്ട്. 10,000 ഭാരതീയർ ഇറാനിൽ ഉള്ളതിൽ ഏതാണ്ട് 6,000-ത്തോളം പേർ വിദ്യാർത്ഥികളാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ മുഴുവൻ ഭാരതത്തിൻ്റെ പൗരന്മാരെയും ഇപ്പോൾ തിരികെ എത്തിക്കുവാനുള്ള ശ്രമം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കാരണം ഈ സംഘർഷം ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇത് 5-ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഓരോ രാത്രി കടന്നു പോകുമ്പോഴും ഇരു രാജ്യങ്ങളും നമുക്കറിയാവുന്നതുപോലെ പശ്ചിമേഷ്യയിലെ 2 പ്രധാനപ്പെട്ട സൈനിക ശക്തികളാണ് ബലാബലം നിന്നുകൊണ്ടിപ്പോൾ പരസ്പരം പോർ വിളിക്കുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ നഗരങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്തത്. ഈ പശ്ചാത്തലത്തിൽ ഇനിയും വൈകാതെ അവിടെ നിന്നും നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി തിരികെ എത്തിക്കുക എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ദൗത്യമെന്നത്. അതിനാൽ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള ഇറാനിലെ ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പോൾ ആദ്യ സംഘം ഏതാണ്ട് 600 പേരടങ്ങുന്നൊരു സംഘം അർമേനിയയിലേക്ക് ഇന്ത്യൻ സംഘം നീങ്ങിയെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ആകാശമാർഗം നമുക്ക് ഇവരെ തിരികെ എത്തിക്കാൻ കഴിയുന്നൊരു സാഹചര്യമല്ല. കാരണം ഇറാനാണെങ്കിലും ഇസ്രായേലാണെങ്കിലും അവരുടെ വ്യോമപാത അടച്ചിരിക്കുകയാണ്. തുടർച്ചയായ മിസൈലുകൾ വർഷിക്കുന്നു. അതുപോലെ തന്നെ ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആകാശമാർഗമുള്ള യുദ്ധമാണ് ഇരു രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ 2 രാജ്യങ്ങളിലേക്ക് ഒരു വിമാനം അയച്ചുകൊണ്ട് നമുക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരിക അസാധ്യമാണ്. വ്യോമപാതകൾ അടച്ചിരിക്കുന്നു. അതിനാൽ അടുത്തുള്ള രാജ്യങ്ങളിലേക്ക് നിലവിൽ ഇന്ത്യൻ പൗരന്മാരെ എത്തിച്ച് അവിടെ നിന്നും പിന്നീട് ഭാരതത്തിലേക്ക് വിമാനമാർഗം എത്തിക്കുക എന്നത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ മുന്നിലുള്ള ദൗത്യം. അതിനാൽ ഇറാനിൽ നിന്നുള്ള ഭാരതത്തിലെ അവിടെയുള്ള പൗരന്മാരെ ഇപ്പോൾ അർമേനിയ, അതോടൊപ്പം തന്നെ ഉസ്ബെക്കിസ്ഥാൻ, കജാഖിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് എത്തിച്ച് അവിടെ നിന്നും പിന്നീട് ഇവിടേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നത് തന്നെയാണ് നീക്കം. അതേസമയം തന്നെ ഇസ്രായേലിലും നമുക്കറിയാവുന്നതുപോലെ ധാരാളം ഭാരതീയരുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നത്. വിവിധ ജോലികൾക്കായും അതോടൊപ്പം തന്നെ പഠനത്തിനായും ഒക്കെ ഇസ്രായേലിലേക്ക് ധാരാളം ഭാരതീയർ പോയിട്ടുണ്ട്. അവരെയും സുരക്ഷിതമായി എത്തിക്കണം. കാരണം ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇറാൻ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങുന്ന ഘട്ടത്തിൽ ഇസ്രായേൽ ചില മര്യാദകൾ പാലിച്ചിരുന്നു. കാരണം യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ്റെ ആണവ പദ്ധതികളെയും അതുപോലെ തന്നെ ഇറാൻ്റെ സൈനിക ശക്തിക്കും നേരെയുള്ള മിസൈൽ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ നടത്തിയത്. പക്ഷേ ഇറാൻ അങ്ങനെ ആയിരുന്നില്ല. പാകിസ്ഥാൻ ഭാരതത്തോട് ചെയ്തതുപോലെ തന്നെ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഉള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത്. ഇറാൻ്റെ മിസൈലുകൾ ടെൽ അവീവിലും അതോടൊപ്പം തന്നെ ജെറുസലേം ഉൾപ്പെടെയുള്ള ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് വന്നു വീണു. അവിടെ സാധാരണ ജനങ്ങളിലേക്ക് പരിക്കേൽക്കുകയും മരണപ്പെടുകയും ചെയ്യുന്ന നിലയിലേക്ക് യുദ്ധത്തെ കൊണ്ടെത്തിച്ചു. ഇതോടുകൂടിയാണ് ഇസ്രായേലും ഇപ്പോൾ ഈ ടെഹ്റാനിലെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈലുകൾ പായിക്കുന്നത്. എന്തായാലും അങ്ങനെ ഇതൊരു യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയതിനാൽ ഈ 2 രാജ്യങ്ങളിലുമുള്ള ഭാരതീയരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായി തന്നെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. ശരി ഗൗതം.